Hi students, welcome to our next class. In this class, we can discuss about the topic primary distribution. Primary distribution refers to the process of charging all overhead expenses to all departments. The department, whether it may be service department or production department, all overheads are charged to all departments. ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നാലും സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നാലും എല്ലാ ഓവർഹെഡും നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ ചാർജ് ചെയ്യും. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രോബ്ലം ആണ് നെക്സ്റ്റ്. ദെൻ ഇതിനകത്ത് നമുക്ക് 4 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, എ ബി സി ആൻഡ് ഡി. A, B, C are the production department and D is the service department. Production departmentന്റെ പ്രത്യേകത എന്താണ്? പ്രൊഡക്ഷൻ is carry out ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുക. സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മറ്റ് സർവീസുകളെ ഡിപ്പാർട്ട്മെന്റുകളെയാണ് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. ദെൻ ഈ പ്രോബ്ലത്തില് 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫോളോയിങ് ആർ ദ കോസ്റ്റ് ഫോർ ദ ഇയർ ended 31st December 2010 relating to these departments. ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വേരിയസ് കോസ്റ്റ് ഓർ ഓവർഹെഡ്സ് ആർ അവൈലബിൾ ഹിയർ. റെന്റ് 20,000, repairs 12,000, depreciation 9,000, lighting 2,000, supervision 30,000, insurance of stock 10,000, employers contribution to ESI 3,000, power 18,000, canteen expenses 12,000. നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുന്നത് ഓൾ ഓവർഹെഡ്സും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും നമ്മൾ ചാർജ് ചെയ്യും. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നോ അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്നൊന്നും നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ നമുക്ക് ബേസിസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ അപ്പോർഷൻമെന്റ് അല്ലെങ്കിൽ അപ്പോർഷൻമെന്റ് നമ്മൾ നടത്തുക ഓരോ ബേസിസിലാണെന്ന് നമുക്കറിയാം. ആ ബേസിസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ബേസിസ് ഇതാണ്. ഏരിയ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് വാല്യൂ ഓഫ് സ്റ്റോക്ക്. നമ്മളോട് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി നമ്മൾ വരച്ചിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ഹിയർ ഫസ്റ്റ് കോളം ഐറ്റം ഓഫ് എക്സ്പെൻസസ്. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പെൻസുകളാണ് നമ്മളിവിടെ കാണിക്കുക. ഐറ്റം ഓഫ് എക്സ്പെൻസസ്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു അലോക്കേറ്റ് ചെയ്യാൻ there are some basis for apportionment. അപ്പോർഷൻമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ബേസിസ് ഉണ്ട്. ആ ബേസിസ് ആണ് നമ്മൾ സെക്കൻഡ് കോളം. then the third column shows the total amount of all cost. then production department. First we should provide the production department, say here A, B and C. Then the last department is service department. It is denoted as D. Then we can apportion all the expenses. The first expenses is rent ആണ് അല്ലെ. റെന്റ് ആണ് ഫസ്റ്റ് എക്സ്പെൻസ്. പക്ഷെ ഇവിടെ നമ്മൾ ഇതിന്റെ ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റില് ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട് നമുക്ക്. 40,000 ഫോർ എ, 30,000 ഫോർ ബി ആൻഡ് 20,000 ഫോർ സി ആൻഡ് 10,000 ഫോർ ഡി. ഇത് ഡയറക്റ്റ് വേജസ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെന്റില് പ്രൊഡക്ഷൻ നടക്കുന്നില്ല അല്ലെ. പ്രൊഡക്ഷൻ നടക്കുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. സർവീസ് ഡിപ്പാർട്ട്മെന്റുകളില് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പോ സർവീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ കിടക്കുന്ന ഡയറക്റ്റ് വേജസിനെ നമ്മൾ ഓവർഹെഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഓക്കെ. അപ്പോ സർവീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രൊഡക്ഷൻ നടക്കാത്തത് കൊണ്ട് അവിടെയുള്ള ഡയറക്റ്റ് വേജസ് എപ്പോഴും ഓവർഹെഡ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പൊ അതും കൂടി നമ്മൾ അപ്പോർഷൻമെന്റ് നടത്തണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഐറ്റം ആയിട്ട് എഴുതേണ്ടത് ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് അത് നമ്മൾ അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുക. അത് ആ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രമാണ്. അപ്പൊ നമ്മളിവിടെ ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റിലെ അലോക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഡയറക്റ്റ് വേജസ് ആണ്. അത് പ്രൊഡക്ഷൻ നടക്കുന്നില്ല അവിടെ. അതുകൊണ്ട് ആ ഡയറക്റ്റ് വേജസിനെ നമ്മൾ ഓവർഹെഡ് ആയിട്ടാണ് എടുക്കുക. ദീസ് ആർ അലോക്കേറ്റഡ് ഓൺലി ടു സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡി. ഇപ്പൊ ഫസ്റ്റ് കോളം ഇല്ല, സെക്കൻഡ് കോളം ഇല്ല, തേർഡ് കോളം ഇല്ല. നെക്സ്റ്റ് കോളം 10,000. ദ ടോട്ടൽ കോളം ഈ എമൗണ്ട് തന്നെയാണ്. ടോട്ടൽ കോളത്തിൽ നമ്മൾ ടോട്ടൽ എഴുതാനാണ്. സോ 10,000 ആണ് ഇവിടുത്തെ വാല്യൂ. നെക്സ്റ്റ് ഐറ്റം റെന്റ് ആണ്. റെന്റ്. ഇവിടെ റെന്റ് എന്ന് പറയുന്നതിന് നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. വെറുതെ റെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ റെന്റ് ഓഫ് ബിൽഡിംഗ് ആണ്. ഓക്കെ.
വേറൊന്നും പറയുന്നില്ല എങ്കിൽ ബിൽഡിങ്ങിന്റെ റെന്റ് ആയിട്ട് നമ്മൾ എടുക്കണം. ബിൽഡിങ്ങിന്റെ റെന്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ് വിൽ ബി ഏരിയയുടെ ബേസിൽ, അല്ലെ, ഫ്ലോർ ഏരിയയുടെ ബേസിലാണ് നമ്മൾ എടുക്കുക. അപ്പൊ നമ്മൾ എടുക്കാം റെന്റിന്റെ എമൗണ്ട്. റെന്റിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. റെന്റ് 20,000 ആണ് റെന്റിന്റെ ടോട്ടൽ എമൗണ്ട്. റെന്റ് ഫ്ലോർ ഏരിയയുടെ ബേസിലാണ് അപ്പോർഷൻമെന്റ് നടത്തുക. അപ്പൊ നമ്മൾ ബേസിസിൽ എഴുതി വെക്കുക ഏരിയ. ഏരിയ പ്രൊപ്പോർഷൻ എങ്ങനെയാണ്? 750:550:450:250. അതാണ് നമ്മളുടെ ഏരിയ പ്രൊപ്പോർഷൻ. അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം: 15:11:9:5. 15:11:9:5. അങ്ങനെ 20,000 ആ റേഷ്യോയില് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും സർവീസ് ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ അപ്പോർഷൻമെന്റ് നടത്താണ്. അപ്പോർഷൻമെന്റ് ചെയ്യുമ്പോൾ എക്ക് വരുന്നത് 7,500 ആണ്, ബിക്ക് വരുന്നത് 5,500 ആണ്, സിക്ക് ആണെങ്കിൽ 4,500 ആണ്, ഡിക്ക് ആണെങ്കിൽ 2,500 ആണ്. 2,500 ആണ്. The next item depreciation ആണ്. repairs. റിപ്പയർസ് നമ്മൾ സാധാരണ അസറ്റിലാണ്, അല്ലെ? ഇവിടെ നമുക്ക് പ്ലാന്റ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ ഓഫ് പ്ലാന്റ്, പ്ലാന്റ് വാല്യൂയുടെ ബേസിലാണ് റിപ്പയർസ് നമ്മൾ അപ്പോർഷൻമെന്റ് നടത്തുന്നത്. പ്ലാന്റ് വാല്യൂ എന്ന് പറയുന്നത് 1,20,000:90,000:60,000:30,000. അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 4:3:2:1 റെഡ്യൂസ് ചെയ്യുന്നതാണ്. എമൗണ്ട് വരുന്നത് 12,000, 4,800, 3,600, 2,400, 1,200. Next item is depreciation. Depreciation is incurred on the basis of asset. അസറ്റിന്മേലാണ് ഡിപ്രീസിയേഷൻ വരെ. ഇവിടെ പ്ലാന്റ് ആണ് അസറ്റ് പറയുന്നത്. അപ്പൊ പ്ലാന്റിന്റെ വാല്യൂവിന്മേലാണ്. So basis is value of plant. Proportion is 4:3:2:1. Total amount to be apportioned rupees 9,000. 9,000 is divided in the ratio of 4:3:2:1. The amount will be 3,600, 2,700, 1,800 and 900. Then the next expense is lighting. Lighting should be apportioned on the basis of number of points, light points or area. Here number of light points are not available, so we will have to take the area. On the basis of area, we can divide the lighting expenses. Then area proportion. Area proportion നമ്മൾ already calculate ചെയ്തു വെച്ചിട്ടുണ്ട്. 15:11:9:5. So നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 2,000 ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്. ടോട്ടൽ ലൈറ്റിംഗ് എക്സ്പെൻസസ് is 2,000. It will be divided on the proportion of 15:11:9:5. That is 750, 550, 450 and 250. Then next expenses, supervision. Supervision will be incurred on, supervision will be apportioned on the basis of number of workers ആണ്. വർക്കേഴ്സിന്റെ ബേസിലാണ്. number of workers നമുക്ക് തന്നിട്ടുണ്ട് 12:8:6:4. Then we can reduce the number of workers, that is 6:4:3:2. 6:4:3:2. The total amount to be apportioned is rupees 30,000. 30,000 is divided in the ratio of 6:4:3:2. So 12,000, 8,000, 6,000 and 4,000.
The next expenses is insurance of stock. Insurance of stock. സ്റ്റോക്കിനെടുത്ത ഇൻഷുറൻസ് ആണ്. ഇവിടെ നമുക്ക് സ്റ്റോക്കിന് സാധാരണ നമ്മൾ അസറ്റ് വാല്യൂവിന്മേലാണ് കാണുക. ഇവിടെ നമ്മൾ ഇൻഷുറൻസ് സ്റ്റോക്കിന്മേലാണ് എടുത്തിരിക്കുന്നത്. ദെൻ സ്റ്റോക്കിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 75,000 ഈസ് ടു 45,000 ഈസ് ടു 30,000. ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല. സോ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. 5:2 നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് വാല്യൂ ഓഫ് സ്റ്റോക്കിലാണ് നമ്മൾ ചെയ്യേണ്ടത്. വാല്യൂ ഓഫ് സ്റ്റോക്ക് ഇൻഷുറൻസ് ഈസ് ടേക്കൺ ഫോർ സ്റ്റോക്ക് ആണ്. സോ സ്റ്റോക്കിന്റെ വാല്യൂലാണ് നമ്മൾ അപ്പോർഷൻമെന്റ് നടത്തുക. ദാറ്റ് ഈസ് 5:3:2. 5:3:2. The value to be divided 10,000. Insurance value rupees 10,000. 10,000 divided on the ratio of 5:3:2. So 5,000, 3,000 and 2,000. Last column will be nil. Then the next one is employees contribution to ESI. Employees contribution to ESI. Employees contribution to ESIs are available to employees. So it will be divided in the ratio of number of workers or direct wages. രണ്ട് ബേസിൽ എടുക്കാം നമുക്ക്. നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ബേസിലും ഡയറക്റ്റ് വേജസിന്റെ ബേസിലും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് വേജസിന്റെ ബേസിലാണ് എടുക്കുന്നത്. ഡയറക്റ്റ് വേജസിന്റെ ബേസിൽ നമുക്ക് എടുക്കുമ്പോൾ ഡയറക്റ്റ് വേജസ് ഇസ് ഈക്വൽ ടു 40,000 ഈസ് ടു 30,000 ഈസ് ടു 20,000 ഈസ് ടു 10,000. സോ വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് 4:3:2:1. 4:3:2:1. So 3,000 should be divided in the ratio of 4:3:2:1. So the amount will be 1,200, 9,900, 600 and 300. The next item is power. Power should be divided on the basis of HP of machine or value of asset. Here HP of machine is not available. So power should be apportioned on the basis of value of plant. Value of plant. The proportion is 4:3:2:1. So 18,000 should be divided in the ratio of 4:3:2:1. So amount will be 7,200, 5,400, 3,600, 1,800. Okay. Then the next expense is canteen expenses. Canteen expenses. Canteen expenses should be apportioned on the basis of number of workers. Number of workers in the ratio നമ്മൾ already കണ്ടുവച്ചിട്ടുണ്ട്. 6:4:3:2. 6:4:3:2. So the amount to be divided is 12,000. 12,000 divided in the ratio of 6:4:3:2. We will get 4,800, 3,200, 2,400, 1,600. 1,600. So all expenses are apportioned here. Then we can total all the columns. All columns will be total. The first column will be 1,26,000. 1,26,000 total. 1,26,000. The production department A has an primary distribution summary as 46,850. And the third one is 32,850. Fourth column is 23,750. And the last one is 22,550. This is the primary distribution summary of all departments, say A, B, C and D.